മിസ്സാണ്. യെസ്, നമ്മളിതാ അടിപൊളിയായിട്ട് അന്നും ഇന്നും എന്ന് പറയുന്ന ചാപ്റ്റർ ഒക്കെ പഠിച്ചുകൊണ്ടിരിക്കുകയാണ് അല്ലെ. നമുക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ട കുറെ വാഹനങ്ങളെ പറ്റിയൊക്കെ നമ്മളിവിടെ പഠിച്ചിട്ടുണ്ട്. കരയിലൂടെ പോകുന്ന വാഹനം അല്ലെ, വെള്ളത്തിലൂടെ പോകുന്ന വാഹനം, ആകാശത്തൂടെ പോകുന്ന വാഹനം, അതുപോലെ നമ്മൾ പരിചയമുള്ള, നമ്മൾ കയറിയിട്ടുള്ള വാഹനങ്ങള്, നമ്മൾ കണ്ടിട്ട് മാത്രമുള്ള വാഹനങ്ങള്, അങ്ങനെ ഒരുപാട് വാഹനങ്ങളെ പറ്റി, അല്ലെങ്കിൽ ഇന്ധനങ്ങൾ ആവശ്യമുള്ള വാഹനം അല്ലെ, ഇത് ആവശ്യമില്ലാത്ത വാഹനം, അങ്ങനെയൊക്കെ നമ്മൾ ഇവിടെ ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഇന്ന് മിസ് വന്നിട്ടുള്ളത് വാഹനവുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള കുറച്ച് കടങ്കഥകളും അതിന്റെ ഉത്തരങ്ങളും ഒന്ന് പരിചയപ്പെടാൻ വേണ്ടിയിട്ടാണ്. അപ്പൊ എന്റെ മക്കൾ എല്ലാരും വീഡിയോ സ്കിപ്പ് ചെയ്യാതെ തന്നെ കാണാ. നമ്മളിതാ ആദ്യത്തെ കടങ്കഥയിലേക്ക് പോവാണ്. ഇത് നോക്കിയേ നിങ്ങള്. അവിടെ പിക്ചർ ഒക്കെ ഉള്ളത് കൊണ്ട് തന്നെ നമുക്ക് പെട്ടെന്ന് ഉത്തരമൊക്കെ പറയാൻ പറ്റും അല്ലെ. ചോദ്യം ഇതാണ്: വലിയ വണ്ടിയാണ്, ഏറെ സീറ്റുകളുണ്ട്, ഏറെ യാത്രക്കാർക്ക് കയറാം, ടിക്കറ്റ് തരാൻ കണ്ടക്ടർ ഉണ്ട് അല്ലെ. ടിക്കറ്റ് തരാൻ ആരുണ്ട്? നമ്മളുടെ കണ്ടക്ടർ ഉണ്ട്. അപ്പൊ നമുക്കറിയാം ഇത് ആരാണ്, നമ്മൾ എവിടെ കയറിയിട്ടാണ് ടിക്കറ്റ് ഒക്കെ എടുക്കുന്നത് സാധാരണഗതിയിൽ. യെസ്, ഇത് നമ്മളുടെ ആ ഒരു പിക്ചറും കൂടെ അവിടെ തന്നതുകൊണ്ട് നമുക്ക് പറയാം ഇത് എന്താണ്, നമ്മളുടെ ബസ്സാണ് അല്ലെ. നമ്മൾ എല്ലാരും കയറുന്ന നമ്മുടെ ബസ്സിനെ പറ്റിയാണ് ഇവിടെ പറഞ്ഞിട്ടുള്ളത്. അപ്പൊ ബസ്സിന്റെ പ്രത്യേകത എന്താണ്? യെസ്, വലിയ വണ്ടിയാണ്, കുറെ സീറ്റുകളുണ്ട്, ഒരുപാട് യാത്രക്കാർ അതിൽ കയറുന്നുണ്ട്, ടിക്കറ്റ് തരാൻ അവിടെ ആരുണ്ട്? നമ്മളുടെ സ്വന്തം കണ്ടക്ടറും ഉണ്ട് അല്ലെ. ഇനി അടുത്ത കടങ്കഥ ഇതാണ്. യെസ്, വട്ടത്തിൽ ചവിട്ടുമ്പോൾ നീളത്തിൽ പായും. വട്ടത്തിൽ ഇങ്ങനെ എന്ത് ചെയ്യാണ്, നമ്മൾ ഇങ്ങനെ ചവിട്ടുന്ന സമയത്ത് വണ്ടി ഇങ്ങനെ നീളത്തിൽ പോവും. ആരാണത്? നമ്മളുടെ സ്വന്തം സൈക്കിളാണ് അല്ലെ. എന്റെ മക്കൾക്ക് എല്ലാവർക്കും ചിലപ്പോൾ സൈക്കിളൊക്കെ ഉണ്ടാവും, ഇല്ലാത്തവരും ഉണ്ടായിരിക്കും. അപ്പൊ ഓടിക്കാൻ അറിയുന്നവരും ഓടിക്കാൻ അറിയാത്തവരും ഒക്കെ ഉണ്ടായിരിക്കും. എന്നാലും നമ്മൾ എല്ലാവരും സൈക്കിൾ കണ്ടിട്ടുണ്ട് അല്ലെ. അപ്പൊ ഇനി ശ്രദ്ധിച്ചു നോക്കാം നിങ്ങൾ. വട്ടത്തിലാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്? സൈക്കിള് ചവിട്ടുന്നത്. പക്ഷെ സൈക്കിള് പോകുന്നത് എങ്ങനെയാണ്? വളരെ നീളത്തിലാണ് അല്ലെ. അടുത്ത ഒരു കടങ്കഥ എന്ന് പറയുന്നത് യെസ്, മുച്ചക്ര വണ്ടി ഞാൻ, മൂന്നാൾക്ക് വേണ്ടി ഞാൻ, ഒറ്റക്കണ്ണൻ ഞാൻ. അതുപോലെ തന്നെ ഒരെണ്ണം കൂടെ ഉണ്ട് കേട്ടോ, മൂളും വണ്ടി, മുച്ചക്ര വണ്ടി. അപ്പൊ മുച്ചക്ര വണ്ടി, 3 ചക്രമുള്ള വണ്ടീനെ പറ്റിയാണ് ഇവിടെ പറയുന്നത്. നമ്മളുടെ സ്വന്തം, നമ്മളെ സാധാരണക്കാരുടെ ഒരു വാഹനമായിട്ടുള്ള നമ്മളുടെ ഓട്ടോ ആണ് അല്ലെ. ഓട്ടോറിക്ഷ അല്ലെ, ഓട്ടോറിക്ഷ, അല്ലെങ്കിൽ നമ്മള് ഓമന പേരിട്ട് ഓട്ടോ ഓട്ടോ എന്ന് വിളിക്കുന്ന നമ്മളുടെ സ്വന്തം വണ്ടീനെ പറ്റിയാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. ഇനി ലാസ്റ്റ് നോക്കിയേ നിങ്ങള്. അറകളുണ്ട്, മുറികളുണ്ട്, നീളമുള്ള വണ്ടി, ചൂളമുണ്ട്, പാളമുണ്ട്, ചീറി വരും വണ്ടി. ആരെ പറ്റിയാ ഇവിടെ പറയുന്നത്? ഒന്നുകൂടെ നോക്കി. അറകളുണ്ട്, മുറികളുണ്ട്, നീളമുള്ള വണ്ടി. കുറെ അറകളും മുറികളും ഒക്കെ ഉണ്ട് നമ്മുടെ തീവണ്ടിക്ക്. ആലോചിച്ച് നോക്കിയേ, ചൂളം വിളിച്ചല്ലേ വരുന്നത്, റെയിൽപാളത്തിലൂടെ അല്ലേ അത് ഓടിക്കുന്നത്. ചീറി വരും വണ്ടി. അപ്പൊ ആരെ പറ്റിയാണ് ഇടാത്? ഇത് നമ്മളുടെ സ്വന്തം യെസ്, തീവണ്ടീനെ പറ്റിയാണ് അല്ലെ. തീവണ്ടി. ഓക്കെ, അപ്പൊ കുറെ കടങ്കഥകൾ ഇപ്പൊ നമ്മൾ പരിചയപ്പെട്ടില്ലേ. ഇനിയും മക്കൾക്ക് കുറെ കടങ്കഥകളൊക്കെ വാഹനമായിട്ട് ബന്ധപ്പെട്ട് അറിയായിരിക്കും. ആ കടങ്കഥകളൊക്കെ മക്കൾ എന്ത് ചെയ്യാ, ഒന്ന് കണ്ടുപിടിച്ച് വെക്കുക. ഇനിയും നമുക്ക് കുറെ കാര്യങ്ങൾ ഈ ചാപ്റ്ററിൽ പഠിക്കാനുണ്ട്. അതൊക്കെ ആയിട്ട് മിസ് വരുന്ന സമയത്ത് നമുക്ക് ഇതിൽ കൂടുതൽ കാര്യങ്ങൾ പറയുകയും അതുപോലെ തന്നെ നിങ്ങൾക്ക് അറിയാവുന്ന കാര്യങ്ങളൊക്കെ നിങ്ങൾ പറഞ്ഞു തരുകയും ചെയ്യാം. ഓക്കെ, അപ്പൊ നമുക്ക് വീണ്ടും കണ്ടുമുട്ടാം. അതുവരെ എല്ലാവർക്കും യെസ്, താങ്ക് യു സോ മച്ച് ആൻഡ് ബൈ.